മരിക്കാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരിമാർ സീരിയൽ വെടിയണേ, സിനിമ വെടിയണേ, കളിവിനോദങ്ങളും തമാശകളും നിങ്ങൾ വെടിയണേ. ജീവിതത്തിന്റെ സമയം മുഴുവൻ ജീവിക്ക് മുന്നിൽ ചെലവഴിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് പോലും നേരം പോക്കിന് വേണ്ടി ജീവി തുറന്നു വെച്ച് അതിൽ കാണുന്ന നടിമാര് അതിലഭിനയിക്കുന്നവരുടെ മുഖമാണ് നിന്റെ മനസ്സിന് തെളിഞ്ഞു നിൽക്കുന്നതെങ്കില് എങ്ങനെയാണ് നിനക്ക് സ്വർഗത്തിന്റെ ചിത്രം കാണാൻ കഴിയുക? എങ്ങനെയാണ് സ്വർഗത്തിന്റെ ഫലങ്ങൾ നിനക്ക് കാണാൻ കഴിയുക? എങ്ങനെയാണ് ഇസ്രായേലിന്റെ നല്ല മുഖം നിനക്ക് കാണാൻ കഴിയുക? അതുകൊണ്ട് ഇതിനോടൊന്ന് വിട പറയുമോ? ഇതിനോട് നിനക്കൊന്ന് വിട പറയാൻ കഴിയുമോ? അല്ലാഹു ഭാഗ്യം തരട്ടെ, ഈമാനോടെ മരിക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. ഇബ്രാഹിം സയ്യാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ മരണപ്പെട്ട് കിടക്കുന്ന മനുഷ്യനാരാണെന്നറിയുമോ? മലക്കിന്റെ അസ്രായീലിന്റെ മുഖം കണ്ടവനാ. നിങ്ങളിനെ കാണാൻ പോകുന്നു, നിങ്ങൾ സൂക്ഷിക്കണേ. രണ്ടാമത് ഇബ്രാഹിം സയ്യാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ കിടക്കുന്ന മനുഷ്യൻ മരണത്തിന്റെ വേദന, സക്കറാത്തുൽ മൗത്തും മരണത്തിന്റെ കൈപ്പുനീരും അനുഭവിച്ചവരാ. സക്കറാത്തുൽ മൗത്ത് അവസാന സമയത്തുള്ള വേദനവല്ലാത്തൊരു വേദനയാ. മരണത്തിന്റെ കൈപ്പുനീര് മനുഷ്യന്റെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നതുവരെ, കാൽപാദത്തിന്റെ മുറിവ് മുതൽ അങ്ങോട്ട് തുടങ്ങിയിട്ട് അവന്റെ തൊണ്ടക്കുഴിയിലെത്തുന്നത് വരെ വല്ലാത്തൊരവസ്ഥയല്ലേ. കയ്യിൽ നിന്ന് ആത്മാവിനെ വലിച്ചൂരുമല്ലോ, വിരലുകളിൽ നിന്ന് ആത്മാവിനെ വലിച്ചൂരുമല്ലോ. അതാ വലതു കൈ ഇടത്തേക്ക് സലാം പറയുന്നു, അസ്സലാമു അലൈക്കാ, ഇന്നിവിടെ ഞാൻ പിരിയുന്നു, നാളെ റബ്ബിന്റെ മുന്നിൽ നമുക്ക് കാണാം. ഇടതുകൈ സലാം പറഞ്ഞ് പിരിയുന്ന സമയമല്ലേ, കാലിനോട് സലാം പറയുന്നു, അവയവങ്ങൾ പരസ്പരം സലാം പറഞ്ഞു പിരിയുന്നു. അവസാനം റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്നല്ലാഹു ആ മലക്ക് മുഖേന വലിച്ചെടുക്കുമ്പോ വല്ലാത്തൊരു വേദനയാ. ലോകത്തെ ഏറ്റവും നിർമ്മലമായി മൃദുവായി ആരുടെയെങ്കിലും ആത്മാവിനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ലോകത്തിന്റെ ഗുരുവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മാവിനെ മാത്രമാ. എന്നിട്ട് പോലും പ്രവാചകൻ പറഞ്ഞില്ലേ, അതോ ഇന്നലിൽ മൗത്തിലെ സക്കറാ, ഈ മരണത്തിന്റെ വേദന വല്ലാത്ത വേദനയാണ് എന്ന് പറഞ്ഞ് പ്രവാചകൻ പോലും പൊട്ടിക്കറിയുമ്പോ, പ്രവാചകൻ പോലും വേദന കൊണ്ട് വിഷമിക്കുമ്പോ ആ അവസ്ഥ രക്ഷപ്പെട്ട ആളാണ് കിടക്കുന്നത്. നിങ്ങൾ ആ ഒരവസ്ഥ അഭിമുഖീകരിക്കേണ്ടതല്ലേ. അതുകൊണ്ട് നിങ്ങളെ കുറിച്ച് ഓർത്ത് നിങ്ങൾ സഹകരിച്ചോ. പ്രിയമുള്ളവരെ, മരണത്തിന്റെ വേദന, മരണപ്പെട്ട കബറ് വർഷങ്ങളോളം കഴിഞ്ഞാലും മരണത്തിന്റെ വേദന തൊണ്ടക്കുഴിയിൽ നിന്ന് മാറിയെന്നാണ് ചരിത്രം പഠിപ്പിക്കുക. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കലതാ ഒരു സ്ഥലത്തുകൂടെ നടന്നു പോകുമ്പോ ഈസാ നബിക്കൊരു മോചിതത്വ അല്ലാഹു തആല കൊടുത്തിരുന്നു. മരണപ്പെട്ടു പോയി കബറിൽ കഴിയുന്ന കബറാളുകളെ ജീവിപ്പിക്കാറുള്ളൊരു കഴിവ് മഹാനായ ഈസാ നബിക്ക് അല്ലാഹു തആല കൊടുത്തിരുന്നു. അത് ഈസാ നബിയുടെ മോചിതത്വമായിരുന്നു. അത്ഭുതപ്പെടാനൊന്നുമില്ല. കബറാളിയോട് എഴുന്നേക്കാൻ പറയും, കബറാളിയോട് വിശേഷങ്ങൾ പറയും, മടങ്ങിപ്പോകാൻ പറയും. ഇതൊക്കെ മഹാനായ ഈസാ നബിക്ക് അല്ലാഹു കൊടുത്ത മോചിതത്വം. ഒരിക്കലും ഇങ്ങനെ നടന്നു പോകുമ്പോ കുറെ ആളുകൾ ഈസാ നബിയുടെ ചുറ്റും കൂടുകയാ. എന്നിട്ട് ഈസാ നബിയോട് പറഞ്ഞു, നബിയേ, നിങ്ങൾ പല ജനാസകളെയും നിങ്ങൾ ജീവിപ്പിച്ച് കാണിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ ജനാസകളെയല്ലേ നിങ്ങൾ ജീവിപ്പിച്ച് കാണിച്ചത്. എന്നാൽ 4000 വർഷങ്ങൾക്കപ്പുറം മരണപ്പെട്ടു പോയ ഒരു കബർ നിങ്ങൾ ചൂണ്ടിക്കാണിക്കാം. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, സാധ്യമെങ്കിൽ ആ കബറാളി ഒന്ന് ജീവിപ്പിച്ച് കാണിക്കുമോ? ഈസാ നബി പറഞ്ഞു, ഏത് കബറാണെങ്കിലും ആ കബർ നിങ്ങൾ കാണിച്ചോ, ആ കബറാളി ഞാൻ ജീവിപ്പിച്ച് കാണിക്കാമെന്ന് പറയുമ്പോ ജനങ്ങളതാ ഒരു കബറിലേക്ക് വിരകൊള്ളുന്നു. ഈസാ നബിയെ, ആ കാണുന്ന കബർ നിങ്ങൾ കണ്ടോ? ആ കബറാളിയെ നിങ്ങളൊന്ന് ജീവിപ്പിച്ച്
സൂചിപ്പിക്കുന്നു. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ഖബറിന്റെ ചാരത്ത് ചെന്ന് ആ ഖബറാളിയോട് പറയുന്നു, അല്ലാഹുവിന്റെ അനുവാദത്തോടെ നിങ്ങൾ എഴുന്നേൽക്കുമോ? അതാ ഖബർ രണ്ടായി പിളരുന്നു. ഖബറിനകത്ത് നിന്നാ ജനാസ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ജനങ്ങൾ അന്തം വിട്ടന്താളിച്ചു പോയി അത്ഭുതപരമെന്തരായി നിന്ന് പോവുകയാ. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനാസയോട് ചോദിക്കുന്നു, എന്നെന്താ നിങ്ങളാരാ? നിങ്ങളെന്ന് പരിചയപ്പെടുത്തുമോ? നിങ്ങളുടെ പേരെന്താ? നിങ്ങൾ ആരാ? നിങ്ങൾ ഏതാണെന്ന് ഈസാ നബി ചോദിക്കുമ്പോ ആ ജനാസ പറയുന്നു, ഈസാ നബിയേ അതെ സാമുബിനോ, നബിയുടെ മകനായ സാമാണ് ഈസാ നബിയേ. അല്ല സാമുബിനോ, ഞാൻ നൂഹിന്റെ മകന് സാമാണ് നബിയേ. ഈ സമയത്ത് ഈ ജനാസയുടെ നാടിരോഗങ്ങളും തലമുടികളും നരബാധിച്ചിരിക്കുകയാ. മരണസമയത്ത് ഇങ്ങനെ നരബാധിച്ചിരുന്നില്ല. ഈസാ നബി ചോദിച്ചു, എന്തു പറ്റിപ്പോയി നിങ്ങളുടെ തലയുടെ രോമങ്ങൾ? നിങ്ങളുടെ രോമങ്ങളൊക്കെ നരബാധിച്ചിരിക്കുന്നല്ലോ. മരണസമയത്ത് നിങ്ങളുടെ രോമങ്ങളൊന്നും നരത്തില്ലായിരുന്നല്ലോ. എന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ അതാ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന വ്യക്തി പറയുന്നു, ഈസാ നബിയേ ഖദ് ഖാമത്തിസ് സാഅ, ഖിയാമത്ത് നാളായോ, ജനങ്ങളെയൊക്കെ പുനർജീവിപ്പിക്കുന്ന ദിവസമായോ, സൂറന്ന കാഹളത്തിൽ ഊതുന്ന ദിവസം, ഖബറിൽ നിന്ന് മുഴുവൻ ഭൂമിയിൽ നിന്ന് വസ്തുക്കളെ പുറന്തള്ളുന്ന ഒരു ഭീതജനകമായൊരു ദിവസമുണ്ടല്ലോ. ആ ദിവസമാണെന്നോർത്ത് ഞാൻ വല്ലാതെ ഭയപ്പെട്ടു നബിയേ. അങ്ങനെ നരബാധിച്ചതാണ് ഈസാ നബിയേ. 4000 വർഷങ്ങൾക്കപ്പുറം മരണപ്പെട്ടു പോയ ഖബറിൽ കിടക്കുന്ന ജനാസ ഈസാ നബി ചോദിച്ചു, കൈഫ കാനൽ മൗത്ത്, നിങ്ങളുടെ മരണം എങ്ങനെയായിരുന്നെന്ന് വിശദീകരിക്കുമോ? നിങ്ങളുടെ ആത്മാവിനെ കുറിച്ച അവസ്ഥ എങ്ങനെയാ എന്നെനിക്ക് വിശദീകരിച്ചു തരുമോ? മഹാനായ ഈസാ നബി ചോദിക്കുമ്പോ അതാ സാമുബിനോട് പറയുന്ന നബിയേ, മാ ദഹബത്തു മിറാറത്തുൽ മൗത്ത് മിൻ ഖൽഖി, ഇന്നേക്ക് ഞാൻ 4000 വർഷം കഴിഞ്ഞു ശരിതല്ലേ. മാ ദഹബത്തു മിറാറത്തുൽ മൗത്ത് മിൻ ഖൽഖി, അല്ലാഹു ഇസ്രായേൽ എന്റെ ആത്മാവിനെ കുറിച്ച റൂഹിനെ കുറിച്ചതിന്റെ വേദന, എന്റെ നാടി വരമ്പുകളെ പിടിച്ചു വിലക്കിയ വേദന, എന്റെ ശരീരത്തിലൂടെ നരമ്പിലൂടെ ആത്മാവിനെ ഊരി വലിച്ചെടുത്തുകൊണ്ട് പോയതിന്റെ വേദന ഇന്ന് വരെ എന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് മാറിയിട്ടില്ല നബിയേ. എന്നാ ഖബറാണ് ഈസാ നബിയോട് പറയുമ്പോ മഹാനായ ഇബ്രാഹിമും സയ്യാത്തി തങ്ങൾ പറയുന്നു, ഈ മരണപ്പെട്ടു പോയവന അസ്രായീലിന്റെ മുഖം കണ്ടവനാ, അസ്രായീലിന്റെ മുഖം കണ്ടവനാ, മരണത്തിന്റെ വേദന കൈപ്പുനീര് കൊടുത്തവനാ, സക്കറാത്തിൽ മൗത്ത് അനുഭവപ്പെട്ടവനാ. ഈ 3 കടമ്പകൾ കഴിഞ്ഞവനെ കുറിച്ച് ഓർത്ത് നിങ്ങളെ സഹതപിക്കാതെ ലൗ തറഹമൂനാ ലൗ തറഹമൂനാ, നിങ്ങളെ കുറിച്ചൊന്ന് സഹതപിച്ചിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നേനെ. ഒരു ജനാസയും ഖബറിലേക്ക് കൊണ്ടുപോയി അടക്കം ചെയ്യാതെ ഒരു വീട്ടിലും സൂക്ഷിക്കപ്പെടാറില്ല. ഒരു മ്യൂസിയത്തിലും ഒരു മനുഷ്യന്റെ ഭൗതികടം സൂക്ഷിക്കപ്പെടാറില്ല. എത്ര സ്നേഹം ചൊരിയുന്ന ഭാര്യയാണെങ്കിലും, എത്ര ഉപകാരങ്ങൾ ചെയ്തു തരുന്ന ഭർത്താവിന്റെ ജനാസയാണെങ്കിലും, വാത്സല്യം തുളുമ്പുന്ന പിഞ്ചോമന മക്കളുടെ ജനാസകളാണെങ്കിലും, ഒരു ഉമ്മയും ഒരു ഭാര്യയും ഒരു ഭർത്താവും ഒരു പിതാവും ഒരു മക്കളും ഒരാളുടെയും ജനാസ വീട്ടിൽ വെക്കാനും എന്നെന്നും കാണാനും വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെക്കണം, പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി അടക്കം ചെയ്യണ്ട എന്ന് ഇന്നേക്ക് വരെ ലോകത്ത് ഒരാളും അങ്ങനെ പറഞ്ഞിട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയില്ല. എത്ര വലിയ സ്നേഹം ചൊരിയുന്നവരാണെങ്കിലും, എത്ര വലിയ ഉപകാരങ്ങൾ ചെയ്തു തരുന്നവരാണെങ്കിലും മരണപ്പെട്ടാൽ ആളിന്റെ പേര് തന്നെ മാറി
അതുവരെയും പേരുകൊണ്ടറിയപ്പെട്ടിരുന്ന ആൾ പിന്നെ ജനാസയെന്നോ മയ്യത്തെന്നോ മാത്രം പരിചയപ്പെടുത്തുന്നൊരവസ്ഥ. ജനാസ എടുക്കാറായോ, മയ്യത്ത് എടുക്കാറായോ, ഖബറടക്കം എപ്പോഴാണ് ജനാസ കൊണ്ടുപോകുക ഇത്യാദി ചോദ്യങ്ങളാണ്. പ്രിയമുള്ളവരെ, മരണപ്പെട്ടാൽ പിന്നെ സ്ഥാനം ഖബറ. ഒരാളെയും ദുനിയാവിൽ വെച്ചുകൊണ്ടിരിക്കില്ല, ഒരാളെയും വെച്ചുകൊണ്ടിരിക്കില്ല. പ്രിയമുള്ളവരെ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഭൂമിയുടെ അറ്റമാണ് ഖബർ. ഒരു കവിയുടെ ഭാവനയിൽ തന്റെ ബാല്യകാലത്ത് തന്റെ പിതാവിനോട് ചോദിച്ചൊരു കുസൃതി ചോദ്യം, അന്ന് പിതാവിനോട് ചോദിച്ചപ്പോൾ പിതാവ് ഒരു മറുപടി നൽകി. അതൊക്കെ ചെറുപ്രായത്തിൽ, ബുദ്ധിക്ക് വികാസം പ്രാപിക്കാത്ത ചെറുപ്രായത്തിൽ പിതാവിനോട് ചോദിച്ച ചോദ്യങ്ങളാണ്. വളർന്നു വലുതായി ബുദ്ധിക്ക് വികാസം പ്രാപിച്ചു, കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കാര്യശേഷിയെത്തി. ആ സമയത്ത് ഗതകാല സ്മരണകൾ അയവിറച്ചു.